ഹായ്, നീ 2025 റിസൾട്ട് വന്നു കഴിഞ്ഞ് ഇന്ന് 2 ആഴ്ച കഴിഞ്ഞു. എന്നിട്ടാണ് നമ്മൾ ആരും അതിൻ്റെ ഒരു ഹാങ് ഓവറിൽ നിന്ന് വിട്ട് മാറിയിട്ടുണ്ടാകും. എല്ലാവരും ഫസ്റ്റ് അലോട്ട്മെന്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നവരുണ്ടാവും, അല്ലെങ്കിൽ നീറ്റ് കിട്ടാതെ പോയി അതിന് സങ്കടത്തിൽ ഇരിക്കുന്നവരുണ്ടാവും, അല്ലെങ്കിൽ ഇനി അടുത്ത് റിപ്പീറ്റ് ചെയ്യാൻ തീരുമാനിച്ചവരുണ്ടാവും. ഇങ്ങനെ പല 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 സിറ്റുവേഷനിൽ നിൽക്കുന്ന ആൾക്കാരുണ്ടാവും. 22 ലക്ഷത്തിലധികം പേര് എഴുതിയൊരു എക്സാമാണ് നീറ്റ് 2025. ഇതിലാകെ 12 ലക്ഷത്തിൽ ചില്ലുവാനും കുട്ടികൾ മാത്രമാണ് ക്വാളിഫൈ ആയിരിക്കുന്നത്. ഒരു പക്ഷേ ഈ വീഡിയോ കാണുന്ന നിങ്ങൾ ആ 10 ലക്ഷം ക്വാളിഫൈ ആകാത്ത ആൾക്കാരുടെ കൂട്ടത്തിൽ പെട്ടവരായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ മെറിറ്റിൽ സീറ്റ് കിട്ടണം എന്ന് ആഗ്രഹിച്ചിട്ടും അത് കിട്ടാതെ പോയവരായിരിക്കാം. റിപ്പീറ്റും റീറിപ്പീറ്റും ഒക്കെ ചെയ്തിട്ടും എനിക്കത് നേടിയെടുക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്ന സങ്കടത്തിൽ നിൽക്കുന്ന ആൾക്കാരായിരിക്കാം. ഇങ്ങനെ പല പല കാറ്റഗറിയിൽ പെട്ട ആൾക്കാരും ഈ ഒരു വീഡിയോ കാണുന്നുണ്ടാവാം. പക്ഷെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾക്ക് ഇത്രയൊക്കെ വർക്ക് ചെയ്തിട്ടും നിങ്ങൾക്ക് കിട്ടിയില്ലല്ലോ എന്ന് ചിന്തിക്കുന്ന ആൾക്കാർക്ക് എന്തുകൊണ്ട് എനിക്ക് മാത്രം ലൈഫിൽ ഇങ്ങനെ സംഭവിക്കുന്നു, എനിക്ക് മാത്രം നിരന്തരം പരാജയങ്ങൾ എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന് തോന്നുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ എൻ്റെ ജീവിതത്തിൽ കഴിഞ്ഞൊരു വർഷം വരെയും അല്ലെങ്കിൽ ഇനി 2025 മുന്നേ എൻ്റെ ലൈഫിൽ ഒരു രീതിയിലും വിജയം എന്താണെന്ന് അറിയാത്ത, വിജയത്തിൻ്റെ രുചി എന്താണെന്ന് അറിയാത്ത, ഒരിക്കൽ പോലും ജീവിതത്തിൽ ഒരു ഫീൽഡിലും ഒരു രീതിയിലും ഒരു പ്രൈസോ ട്രോഫിയോ അല്ലെങ്കിൽ ഒരു മൊമെന്റോ പോലും വാങ്ങിച്ചിട്ടില്ലാത്ത, ഒരു വിജയം പോലും നേടിയെടുത്തിട്ടില്ലാത്തൊരു വ്യക്തിയാണ്. എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത്, സത്യം പറഞ്ഞാൽ ജീവിതത്തിൽ തോൽവിയുടെ രുചി മാത്രം അറിഞ്ഞിട്ടുള്ള വ്യക്തിയാണ്. ഞാനൊക്കെ ജീവിതത്തിൽ തോറ്റതുപോലെ നിങ്ങൾ തോറ്റിട്ടുണ്ടാവുമെന്ന് എനിക്കറിയില്ല. അപ്പൊ അതിനപ്പുറം നിൽക്കുന്ന സിറ്റുവേഷനിൽ നിൽക്കുന്ന ആൾക്കാരും ഉണ്ടാവും നിങ്ങളൊക്കെ. എന്തായാലും ഞാൻ ഈ ഒരു സിറ്റുവേഷനിൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഫേസ് ചെയ്യേണ്ടി വന്ന എല്ലാ തോൽവികളും നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. അപ്പം നിങ്ങൾക്കും ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും അത് അതിജീവിക്കാൻ ഒരു ഹെൽപ്പ് ആയാലും. സോ എൻ്റെ ലൈഫിൽ ഈ 2025 ജേർണി സ്റ്റാർട്ട് ചെയ്യുന്നത് 2017 2017 ഞാൻ 10th കയറിയ വർഷം. 10th ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെ എനിക്കൊരു ധാരണ ഉണ്ടായിരുന്നു 11th 12th കൂടെ നീറ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്യണം. അങ്ങനെ നീറ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോൾ കൂടെ തന്നെ പോകാനാണ് ഏറ്റവും നല്ല, പ്രിപ്പയർ ചെയ്ത് പോകുന്നതാണ് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ളതെന്ന് എല്ലാവരും പറഞ്ഞ് എനിക്ക് കേട്ടിട്ടുണ്ട്. പക്ഷേ അപ്പം ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന സ്കൂളിൽ അതിന് വേണ്ടതായിട്ടുള്ള പഠിപ്പിക്കുന്ന സിറ്റുവേഷൻ ഒന്നും അല്ലായിരുന്നു. അപ്പോഴേക്കും ഞാൻ വിചാരിച്ചു, ഓക്കെ ശരി, വേറൊരു നല്ലൊരു സ്കൂളിൽ എൻട്രൻസ് എഴുതണം, ആ സ്കൂളിൽ പോയി പഠിക്കണം. അങ്ങനെ ഞാൻ 10th വെച്ച് തന്നെ ആ സ്കൂളിലെ എൻട്രൻസിന് കൂടെ വേണ്ടി പ്രിപ്പയർ ചെയ്തു. അങ്ങനെ ഞാൻ ആ സ്കൂളിൽ എനിക്ക് അഡ്മിഷൻ കിട്ടി. ആ സ്കൂളിൽ ഞാൻ ജോയിൻ ചെയ്തു. ആ സ്കൂളിൽ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 10th ബോർഡ് എക്സാമിന് റിസൾട്ട് പറയുന്നതിന് മുന്നേ നമുക്ക് ക്ലാസ് തുടങ്ങും. 11th അങ്ങനെ ക്ലാസ് തുടങ്ങി പഠിപ്പിച്ച് ഏകദേശം ഒരു മാസത്തെ ക്ലാസ് കഴിഞ്ഞപ്പോഴാണ് 10th റിസൾട്ട് വരുന്നത്. ആ 10th റിസൾട്ട് വന്ന ടൈമിൽ ക്ലാസ്സിലുള്ള എല്ലാ കുട്ടികൾക്കും ഫുൾ A+ ഉണ്ട്. എല്ലാവരും ഭയങ്കരമായി പഠിക്കുന്ന കുട്ടികളാണ്, എല്ലാവർക്കും നല്ല മാർക്കുണ്ട്. പക്ഷെ റിസൾട്ട് വന്നപ്പോൾ എനിക്ക് ഫുൾ A+ ഒന്നും ഇല്ല. അപ്പം തന്നെ എൻ്റെ കോൺഫിഡൻസ് വല്ലാണ്ട് കുറയാൻ തുടങ്ങി. ഞാൻ മാത്രം അവരുടെ അത്ര കഴിവില്ലാത്തൊരു കുട്ടിയാണ്, അങ്ങനെ ഒരു കോൺഫിഡൻസ് വല്ലാണ്ട് എനിക്ക് കുറയാൻ തുടങ്ങി. സോ 11th അങ്ങോട്ട് പോകെ പിന്നെ അവിടെ നടത്തുന്ന പല മോക്ക് ടെസ്റ്റ് ഉണ്ടായിരുന്നു, പല പല ടെസ്റ്റുകൾ ഉണ്ടായിരുന്നു. സ്കൂളിൻ്റെ എക്സാം ഉണ്ടാവും, നോർമൽ ടെസ്റ്റ് ഉണ്ടാവും. ഇതിനെല്ലാം